എന്തുപറ്റി? ബെല്ലടിക്കണ്ട്. ആ ആ ആ. നിലയുടെ മുത്തശ്ശിയാണ് വിളിക്കുന്നത്. ആ പറയും മാഡം. അങ്കിൾ, ഞാൻ മുത്തശ്ശിയല്ല, കവിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന നീലയാ സംസാരിക്കുന്നേ. നില, നീയായിരുന്ന ആദ്യമായിട്ടാണോ മോളെന്നെ വിളിക്കുന്നേ? ആശ്ചര്യം തോന്നുന്നു. എന്താ കാര്യം? അങ്കിൾ, എനിക്ക് വാങ്ങിച്ചെന്ന സൈക്കിള് സൂപ്പർ ആയിട്ടുണ്ട് അങ്കിൾ. എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടായി. ഇന്ന് രാവിലെ അത് കയറി ഞാൻ കൊറേ റൗണ്ട് അടിച്ചു. ഇത്ര നല്ല സൈക്കിൾ ഗിഫ്റ്റ് ചെയ്ത അങ്കിളിന് ഞാൻ ഇന്നലെ താങ്ക്സ് പറയാതെ വന്നെന്ന് എന്റെ മുത്തശ്ശി പറഞ്ഞു. അയ്യോ, അതൊക്കെ പോട്ടെ, സാരല്ല, വിട്. നമുക്കിടയിലെ എന്തിനാ ഈ താങ്ക്സ് ഒക്കെ? അതല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് തന്നല്ലേ, എന്നിട്ട് താങ്ക്സ് പറയാതെ ഒരു ഹാർട്ട് സൈൻ കാണിച്ചിട്ട് ഞാൻ എങ്ങും പോന്നില്ലായിരുന്നോ? എന്റെ മുത്തശ്ശി അങ്കിളിനോട് താങ്ക്സ് പറയാൻ പറഞ്ഞേക്കാ. താങ്ക് യു സോ മച്ച് അങ്കിൾ. ഓക്കേടാ ചക്രേ, ആ സൈക്കിൾ നിനക്ക് ഇഷ്ടമായല്ലോ അല്ലേ? അത് കേൾക്കുമ്പോ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ വിചാരിച്ചു ഇനി ഒരു പക്ഷെ നിനക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഒന്ന്. ഇന്നലെ എന്റെ അമ്മ വാങ്ങി തരേണ്ടത് മിസ്സായി പോയി, പകരം അങ്കിള് വാങ്ങി തന്നല്ലോ. താങ്ക് യു. മോളെ മതി, എത്ര താങ്ക്സ് നീ പറയുന്നേ? അത് പോട്ടെ അങ്കിൾ, അങ്കിളിന് കഴിക്കാൻ ഇഷ്ടമുള്ള എന്താ? കഴിക്കാൻ ഇഷ്ടമുള്ളതോ? മോൾ എന്ത് കഴിക്കുന്ന കാര്യം ചോദിക്കുന്നത്? അങ്ങനെയല്ല, കഴിക്കാനുള്ള ഐറ്റത്തില് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം എന്താന്ന് ചോദിച്ചാ അങ്കിൾ എന്താ പറയാ? ഫോർ എക്സാമ്പിൾ, എന്റെ അമ്മയ്ക്ക് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടാ. അതുപോലെ അങ്കിളിന് എന്താ ഇഷ്ടം? ആ, എനിക്ക് ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വൗ, സൂപ്പർ. അതെ, ഈ മധുരം കൂടി ഉണ്ണിയപ്പില്ലേ, അത് പറയുമ്പോഴേ എനിക്ക് എന്റെ വായിൽ വെള്ളം വരും. മുത്തശ്ശി, മധുരം കൂടിയ ഉണ്ണിയപ്പം അതാണ് അങ്കിളിന് കൂടുതൽ ഇഷ്ടന്ന്. അതിരിക്കട്ടെ, എന്തിനാ നീ ഇപ്പൊ ഇതൊക്കെ ചോദിക്കുന്നേ? ഇന്ന് അങ്കിളിന് ഏറ്റവും ഇഷ്ടമുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആഹാ, നിനക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാനൊക്കെ അറിയോ? അയ്യോ, ഞാൻ കൊച്ചുകുട്ടിയല്ല അങ്കിൾ, എനിക്ക് ഇപ്പോഴേ ചെയ്യാനൊന്നും അറിയില്ല. എന്റെ മുത്തശ്ശി ഉണ്ടാക്കാൻ പോണേ. അങ്കിൾ ഇന്ന് സ്കൂളിൽ വന്നാലേ കുറച്ച് വെയിറ്റ് ചെയ്യണേ, ഉറപ്പായിട്ടും ഞാൻ ഉണ്ണിയപ്പം കൊണ്ടുവരാം. നിന്റെ മുത്തശ്ശി എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ? അതൊന്നും ഒരു പ്രശ്നമല്ല അങ്കിൾ. അങ്കിൾ എനിക്ക് സൈക്കിൾ വാങ്ങി തന്നപ്പോ ഞാൻ വാങ്ങിയില്ലേ, അതുപോലെ തന്നെ ഞാൻ ഉണ്ണിയപ്പം കൊണ്ടുവരുമ്പോ അങ്കിൾ അത് വാങ്ങിക്കണം. ഓക്കേ അല്ലേ? ബൈ. ശരി, ബൈ ബൈ. എന്ത് ക്യൂട്ടായിട്ട് അവൾ സംസാരിക്കുന്നത്. നൈസ്. അമ്മ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യോ, എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ. എന്താ അത്ര അത്യാവശ്യ കാര്യം? എന്താ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? ഉണ്ണിയപ്പം ഉണ്ടാക്കാം മോളെ, എന്നെ ശല്യം ചെയ്യാതെ. ഉണ്ണിയപ്പോ? അല്ല, ഇതാർക്കാ? ആർക്കെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, നിനക്ക് ഇതിന്ന് കുറച്ച് തന്നാ പോരെ. കഴിക്ക്, നിനക്കും ഇഷ്ടമുള്ളതല്ലേ. എനിക്ക് ഉണ്ണിയപ്പം ഇഷ്ടമുള്ളതിരിക്കട്ടെ, പെട്ടെന്ന് എന്തിനാ ഇത്ര അധികം ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന? അതാ എന്തിനാണ് ചോദിച്ചത്? എന്നിങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കാതെ. പിന്നെ ഉണ്ണിയപ്പത്തിന്റെ രുചി കുറഞ്ഞെന്ന് മാത്രം പറയരുത്. വിജി, നീ വെറുതെ ഇരിക്കല്ലേ, നീ പോയിട്ട് നിലമോളെ സ്കൂളിൽ പറഞ്ഞു വിട്. ഞാൻ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിട്ട് വരാം. അമ്മേ, മുത്തശ്ശിയെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. കവിന്റെ അച്ഛന് കൊടുക്കാനോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നേ. കവിന്റെ അച്ഛനോ? അയാൾക്ക് ഉണ്ണിയപ്പം ഇഷ്ടമാണെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? ഇപ്പഴല്ലേ ഫോണിൽ ചോദിച്ചപ്പോ പറഞ്ഞത്. ഇതൊക്കെ ഇങ്ങനെ ചോദിക്കാനുണ്ടോ? നമ്മുടെ മോൾക്ക് വേണ്ടിട്ട് എത്ര വിലയുള്ള സൈക്കിളാ വാങ്ങിച്ചു കൊടുത്തേന്നറിയോ? അവളോട് അത്രയും സ്നേഹമുണ്ട് അവർക്ക്. അതിന്റെ മുമ്പിൽ ഈ ഉണ്ണിയപ്പൊന്നും ഒന്നുമല്ല. മുത്തശ്ശി,
ഉണ്ണിയപ്പം കുറച്ച് കൂടുതൽ ഉണ്ടാക്കണേ.